സിദ്ധനാട് വളരെ ചെറിയൊരു ഗ്രാമമാണ്. മനോഹരമായ ആ ഗ്രാമത്തിലെ ഇപ്പോഴുള്ള ശാന്തത ചിലപ്പോൾ വരാനിരിക്കുന്ന എന്തോ വലിയ വിപത്തിന്റെ സൂചനയായിരിക്കാം. പക്ഷെ ഏതൊരാപത്തിനെയും പ്രതിരോധിക്കാൻ തക്ക ഒന്നിനെ പ്രകൃതി തന്നെ സൃഷ്ടിച്ചിട്ടുണ്ടാവും. ജയഗണേഷ് ഗ്രാമത്തിലെ വളരെ ശാന്തനായ കുട്ടിയാണ്. മറ്റുള്ളവരിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തം. ഐ തിങ്ക് ഹി ഹാസ് എ സ്കിൽ. വളരെ റെയർ ആയിട്ടുള്ളൊരു സ്കിൽ. നമുക്ക് ഒരുപാട് കേസുകളിൽ ഉപകാരപ്പെടും. ബട്ട് ഹി ഹാസ് ടു അഗ്രി. അവന് കൂട്ടുകാരില്ലാതായി, ആരുമില്ലാതായി. എല്ലാവരും അവനെ കളിയാക്കി. ഒടുവിൽ അവൻ അവിടെ എത്തി, സിദ്ധ കിണറിനടുത്ത്. ജയഗണേഷിനെ ഏതോ ഒരു ശക്തി ആ കിണറിലേക്ക് മറിച്ചിട്ടു. അവൻ ആഴങ്ങളിലേക്ക്. ചെറുപ്പത്തിലെ വലിയ ബൈക്കറാവണമെന്നായിരുന്നു അവന്. ഞാനറിയാതെ കോളേജിൽ പഠിക്കുമ്പോൾ ബൈക്ക് എടുത്തോണ്ട് പോയതാ. തീരുമാനം. ചെറുക്കൻ ഡസ് പഠിച്ച് ആത്മഹത്യ ചെയ്യാൻ പോയി. ഭാഗ്യത്തിന് നാട്ടുകാർ കണ്ടുകൊണ്ട് രക്ഷപ്പെട്ടു. അവനെ ആ കിണറിൽ എത്തിക്കുക എന്നത് കാലത്തിന്റെ ആവശ്യമായിരുന്നു. അവിടെ വെച്ച് അവർ തമ്മിൽ കണ്ടുമുട്ടി. ആ നാടിന്റെ വരൾച്ച തപസ് ചെയ്ത് മാറ്റി ആ കിണറിൽ മറിഞ്ഞ സിദ്ധൻ ജയഗണേഷിന് അവന്റെ ജന്മരഹസ്യം ഓതിക്കൊടുത്തു. ഞാൻ മാക്സിമം അവനെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. വാട്ടർ തെറാപ്പി പഠിപ്പിച്ചു. കാലില്ലെങ്കിലും വെള്ളത്തിൽ നീന്താവും. പിന്നെ ഇവിടെ അടുത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മൾട്ടിമീഡിയ പഠിക്കാനും വിട്ടു. കമ്പ്യൂട്ടറിൽ ഇൻട്രസ്റ്റ് കയറി എത്തിക്കൽ ഹാക്കിങ്ങോ സൈബർ സെക്യൂരിറ്റിയോ ഒക്കെ പഠിച്ചു. അവിടെ ഒന്നിന്റെയും അവസാനമായിരുന്നില്ല. പുതിയൊരു ജയഗണേഷിന്റെ തുടക്കമായിരുന്നു. ഫൈറ്റ് ചെയ്യട്ടെ. ബാക്കിയുള്ള നാടിനെ ആക്രമിക്കാൻ പൈശാചിക ശക്തികൾ ഉടലെടുത്തു. ശത്രുക്കൾ അവന്റെ മുന്നിൽ ചാരമായി. പാർവതി, അമ്മ, സംഭവം പൊളിച്ചു. വെറും ഒരു കോമിക്കിനപ്പുറത്ത് ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട്. വെരി ഡീപ് യെറ്റ് വെരി കൊമേഴ്ഷ്യൽ. അത് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. അമ്മ ഒരു കാര്യം ചെയ്യ്, അയാളെ ഒന്നുകൂടെ വിളിക്കേ. അത് നീ തന്നെ അങ്ങ് വിളിച്ചാൽ മതി. ഞാനിനി അയാളെ എങ്ങനെ വിളിക്കാനാ? അമ്മ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാത്തെ? സപ്പോർട്ടോ? 2 സ്റ്റാർട്ടപ്പുകൾ പൊട്ടി. ഇപ്പതാ തുമ്പി ആപ്പും പൊട്ടാൻ നിൽക്കുന്നു. അമ്മ പേടിക്കണ്ട. ഗിവ് മീ 6 months. ഈ ആപ്പ് ഒന്ന് ക്ലിക്കായ വിതിൻ 3 months മിനിമം 50 കോടിയെങ്കിലും ടേൺ ഓവർ ഉണ്ടാക്കും നമ്മള്. അതുപോലെ അമ്മ, ഡോണ്ട് വറി.